ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. കുറച്ച് ദിവസത്തിലധികമായി നമ്മളൊരു ലോങ് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ സൈലത്തിൻ്റെയും ട്രിക്ടേൻ്റെയും ഉള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അതിൽ കുറേ പേര് PR വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ആ കമൻസ് മൊത്തം നെഗറ്റീവ് ആണെച്ചാലും പോസിറ്റീവ് ആണെച്ചാലും ആ ഒരു കമൻറ്റ് മാത്രമായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് സമയവും ഇല്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിപ്പോയി. അതൊന്നുമല്ല, അതിൽ സൈലം എനിക്ക് കോപ്പിറൈറ്റ് തന്നു, അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. സോ അതുകൊണ്ടാണ് അതിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം പെയ്ഡ് ക്ലാസ്സസ് നമ്മളിങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. ആ റൂള് ഞാനത് കാര്യമാക്കിയിട്ട് എടുത്തില്ല എന്ന് പറയാൻ എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് അറിയില്ലായിരുന്നു. സോ അതിൽ കോപ്പിറൈറ്റ് കിട്ടി ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കുഴപ്പമില്ല, അവിടുത്തെ ആരുടെയും ക്ലാസ് കാണിക്കാണ്ട് എനിക്ക് വീഡിയോ ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷവും കുറേ പേര് എൻ്റെ അടുത്ത് സൈലം എങ്ങനെയാണ്, ട്രിക്ടാണ് എങ്ങനെയാണ്, ക്ലാസ്സസ് എങ്ങനെയാണ്, നോട്ട്സ് എങ്ങനെയാണ്, ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, ബട്ട് ഇപ്പോഴല്ല, എനിക്കിപ്പോൾ സമയമില്ല. കുറച്ച് അത്യാവശ്യം പഠിക്കാനുള്ളത് കൊണ്ടും ക്ലാസ്സസൊക്കെ കുറച്ച് പെൻഡിങ് ആയതുകൊണ്ടും കണ്ട് തീർത്ത് ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് വീഡിയോസ് ഇല്ലാത്തത് മെയിൻ റീസൺ അതാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി. കാരണം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് നമ്മൾ ഫേസ് കാണിച്ചിട്ടല്ലല്ലോ വീഡിയോസ് എടുക്കുന്നത്. സോ നമ്മൾ ഫേസ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആദ്യമൊക്കെ എടുക്കാൻ. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ചടപ്പായി പോയി. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ ഓരോ വീഡിയോസ് ഞാനൊരു സ്റ്റഡി വ്ളോഗായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് എന്തോ പറ്റാത്ത പോലെയൊക്കെ ആയി. അപ്പോൾ മൊത്തത്തിൽ മടി പിടിച്ചു എന്ന് പറയാം. കുറച്ച് ദിവസം പഠിക്കാതെ ആയി, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു കൺസിസ്റ്റൻസി ചാലഞ്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. സോ അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴല്ല, ഞാനൊരു ഡേറ്റ് പറയാം കേട്ടോ. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDC 2027 എന്തായാലും വരുന്നുണ്ടല്ലോ. നമ്മൾ ഈ വർഷം എന്തായാലും ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടി ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോട് പറയാനുള്ളതാണ്. കാരണം നമുക്ക് 3 വർഷത്തിലൊരിക്കലാണല്ലോ LDC എന്ന് പറയുന്ന എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് വരിക. അപ്പോൾ ആ ഒരു 3 വർഷത്തിലൊരിക്കലെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പീക്ക് ലെവലാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ. കാരണം 3 വർഷത്തിലൊരിക്കൽ വരണം. അത് ലിസ്റ്റ് വന്ന് നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ്, പിന്നെ മെയിൻ ലിസ്റ്റ്, അതിനൊക്കെ പോകുമ്പോൾ എന്തായാലും 2-2.5 കൊല്ലമൊക്കെ എടുക്കും നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ. നല്ലൊരു റാങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ അതിന് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ വൈകിപ്പോയി പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പലരും എനിക്ക് കമൻസ് ആയിട്ടും മെയിലായിട്ടും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് സിലബസ് തീർക്കേണ്ടത്. ഇന്ന് വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബിഗിനേഴ്സാണ്. ഒരുപാട് ബിഗിനേഴ്സ് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ട്രിക്ടേൻ്റെ ഒരു ക്ലാസ് കാണിച്ചിട്ടുണ്ട്. അത് യൂഷ്വലായിട്ടാണ് കാണിച്ചതാണ്. പക്ഷെ ആ ഒരു ക്ലാസ്സിൻ്റെ മേലെ ഞാനൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് ഒരു കോപ്പിറൈറ്റ് കൂടെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എക്സാംസ് എഴുതണമെന്ന് സീനില്ല, ബട്ട് അവരുടെ പെയ്ഡ് കോഴ്സ് കാണിക്കേണ്ട വെച്ചിട്ടാണ്. സൈലം കാണിച്ചാലോ ട്രിക്ടർ കാണിച്ചാലോ അങ്ങനെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ അറൗണ്ട് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ LDC 2027 എന്തായാലും 2027 എക്സാം. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു മെയ് തൊട്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഓരോ മാസം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എക്സാംസ് ഒക്കെ. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് കയ്യിലുണ്ടാവണം. LDCയുടെ സിലബസ്, കഴിഞ്ഞ സിലബസൊക്കെ നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. LDC കേരള PSC LDC സിലബസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിലബസിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ, അതിൻ്റെ കട്ട് പാർട്ടാക്കിയിട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതവിടെ പോയിക്കോട്ടെ. ആദ്യം നമുക്കൊരു സിലബസ്, കൃത്യമായൊരു സിലബസ് നമ്മുടെ കയ്യിലുണ്ടാവുക. അതിനുശേഷം
ഒന്നല്ലെങ്കിൽ കോച്ചിങ് എടുക്കാം. ബേസ് കിട്ടിയവരാണെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഓൺലൈൻ കോച്ചിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ ടോപ്പിക്കും നമുക്ക് അറിയുണ്ടാവും. എന്താണ് PSC അല്ലെങ്കിൽ PSCയുടെ എക്സാംസ് എങ്ങനെയാണ്, ഇതൊക്കെ തന്നെയാണ് PSCയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് ഒരു ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങോ എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അതല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് പൈസ ഇല്ല, അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കും കൂടെയാണ് നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ടോപ്പിക്കുകളുടെ ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് എന്താ പറയുക, 100% നമ്മൾ വിശ്വസ്തയോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻട്രിന്നല്ല, സൈലമല്ല, ട്രിക്ടേൺ അല്ല, ഒരുപാട് ഒക്കാസ്പീഡിയ, പച്ചവെള്ളം ബേസി, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് സെർച്ച് ചെയ്തതിനെ കേരള ബേസിന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ചാനൽസ് വരും. അപ്പം അതിൽ നിന്ന് നമുക്ക് സിലബസിൽ നിന്ന് ഓരോ ടോപ്പിക്കും നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും. ഓരോ ടോപ്പിക്കും സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ക്ലാസ്സസ് ഒരുപാട് കിട്ടും. അത് നല്ല ക്ലാസ്സസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിവുപോലെ കണ്ടിട്ട് അതിനെ നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ടെലിഗ്രാം ചാനൽസ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇനിയിപ്പോൾ ചാനലിൻ്റെ പേര് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യണമെന്ന് പറയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചാനൽസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവരെന്നെ PDF ആയിട്ട് നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് എല്ലാ യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് ഉണ്ടാവും. യൂട്യൂബിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസിൽ, അതുപോലെ ടെലിഗ്രാം ചാനൽസിലും ഉണ്ടാവും. അത് ആനുകാലികം, അങ്ങനെ പത്രവാർത്ത, അതൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ പറഞ്ഞ പോലെ സൈലം, എൻട്രി, ടിക്ടർ, ഇവരൊക്കെ ഇടുന്നുണ്ട് നമുക്ക് ഡെയിലി ഉള്ള കറണ്ട് അഫേഴ്സ് വേണമെങ്കിൽ. അപ്പോൾ അതങ്ങനെയായി. ഇപ്പോൾ നമ്മളൊരു 6 മാസമെങ്കിലും കൈ പിടിച്ചിട്ട് വേണം പഠിക്കാനിരിക്കണമെങ്കിൽ. കാരണം സിലബസ് അത്രയും വലുതാണ്. പിന്നെ PSCയുടെ ഇപ്പോഴത്തെ കാര്യം അനുസരിച്ച് നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയെന്ന് പോലും അറിയില്ല. ലിസ്റ്റിൽ വന്നവർക്ക് ഈ ജോലി കിട്ടാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ 1ാം റാങ്ക് വിചാരിച്ചിട്ട് പഠിച്ചു തുടങ്ങുക. വേറൊന്നും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആവശ്യം നമുക്ക് ജോലിയാണ്. ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ജോലിക്ക് മുന്നേ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വരാൻ പോകുന്ന LDC, അതുപോലെ LGS വരുന്നുണ്ട്. LGS എല്ലാവർക്കും എഴുതാൻ പറ്റില്ല എന്നറിയാമല്ലോ. ഡിഗ്രി ഉള്ളവർക്ക് LGS അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് LGS എഴുതാൻ പറ്റും കേട്ടോ. ഡിഗ്രി ഇപ്പോൾ കംപ്ലീറ്റ് ആവണേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് LGS ഉണ്ട്. അപ്പോൾ LGSും LDC ആണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു സുവർണ അവസരമാണ്. കാരണം ഇത്രയും സമയമുണ്ട് നമ്മുടെ മുന്നിൽ. ഇപ്പോൾ ഓഗസ്റ്റ് പകുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം ഈ വർഷം കയ്യിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കയ്യിൽ കൂട്ടാം. അങ്ങനെ 10 മാസമെങ്കിലും നമ്മുടെ കയ്യിൽ സേഫാണ്. ആ 10 മാസത്തിനുള്ളിൽ നമ്മുടെ സിലബസ് 2 വട്ടം നമ്മൾ പഠിച്ചു കഴിയണം. അതുപോലെ റിവിഷനും നമ്മൾ തീർത്തിട്ടുണ്ടാവണം. കൂടെ എല്ലാ ദിവസവും PYQ ചെയ്യാം. ഞാനിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും PYQ ചെയ്യുന്നുണ്ട്. ആ PYQ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന്, അതായത് ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതാണ് നമുക്ക് PYQ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. കണ്ട ഉടനെ നമുക്ക് ഓപ്ഷൻസ് നോക്കി അങ്ങനെ ബബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ബബിൾ ചെയ്യുന്നതിൻ്റെ ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് മസ്റ്റായിട്ടും ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പിടിക്കണം. കാരണം നമ്മുടെ ഈ PSCയുടെ ഞാൻ കുറേ തെറ്റിക്കുന്നുണ്ട്. കാരണം 22ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 by 1 ആയിട്ടാണല്ലോ ചെയ്യണ്ടാവുക. ചിലരങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെയാണ് 1 by 1 ആയിട്ടാണ് ചെയ്യല്. അപ്പോൾ എന്ത് പറ്റും, ഈ 22ാമത്തെ ക്വസ്റ്റ്യന് പോയിട്ട് 23ാമത്തേൽ കറുപ്പിക്കും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ആ വിട്ട കോളത്തിൽ നമ്മൾ പോയിട്ട് ബബിൾ ചെയ്യും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റാറുണ്ട്, ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് പോയമാർ അങ്ങനെ തെറ്റിപ്പോവുമല്ലോ, നമ്മുടെ മാർക്ക് എവിടെ പോയി കിട്ടും. നമ്മൾ വേണം വെച്ച് തെറ്റിക്കുന്ന പോലെയാണത്. അങ്ങനെ കുറേ മൈനസ് വരും. പിന്നെ കറക്കി കുത്തും, അങ്ങനെയും കുറേ മൈനസ് വരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എങ്ങനെയാണോ ബബിൾ ചെയ്യുന്നത്. നമ്മളൊരു OMR ഷീറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും സൈഡിൽ OMR ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ അതിൽ ബബിൾ ചെയ്തിട്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഒരു ടൈം വെച്ചിട്ട് ഇത്ര സമയം, ഞാൻ 1:25 വെക്കുക, 1 മണിക്കൂർ 25 മിനിറ്റാണ് വെക്കുക. എനിക്ക് അത്രയും വേണ്ടി വരില്ല, കാരണം ഇടയ്ക്കാണ് ഞാൻ മാത്സ് ചെയ്യാറുള്ളൂ. കാരണം മാത്സ് എല്ലാ ടോപ്പിക്കും എനിക്കൊന്ന് കവർ ചെയ്യാനുണ്ട്. മാത്സിന് ടച്ച് ഒന്ന് വിട്ടു, അപ്പോൾ അതിന് ശേഷം മാത്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും അറിയാണ്ട് വെറുതെ പെന്ന് എടുത്തിട്ട് കാര്യമില്ല, ആ സമയം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ മാത്സ് കുറച്ചും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ മാത്സ് ചെയ്യാണ്ട് ബാക്കി 80 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് PYQ ചെയ്യുന്നതിൻ്റെ ഗുണം ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ആൻസർ എന്നുള്ള. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ആൻസർ എന്ന്. അപ്പോൾ LDCക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സമയം ഇതാണ്. ഒരു മടിയും വിചാരിക്കേണ്ട. എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ LDC നേടും അല്ലെങ്കിൽ LGS നേടും എന്നുള്ള ആ ഒരു ഉള്ളിൽ നമുക്ക് വേണം എന്നുള്ള ആഗ്രഹമാണ്. ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യം ആർക്കാണ്? നമുക്കാണ്. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ എഫേർട്ട് ഇടണം. എല്ലാ ദിവസവും പഠിക്കണം. ഒരു മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റിച്ചാൽ ആ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക. മാക്സിമം നോട്ട് ഒഴിവാക്കിയിട്ട് പ്രിൻ്റ് എടുക്കാൻ നോക്കുക. കാരണം ആ സമയം നമുക്ക് ലാഭിച്ച് പഠിക്കാൻ നോക്കുക. ഞാനിപ്പോൾ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ബേസ് കാര്യമുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.